പിന്നെ കയറ് പൊട്ടിക്കഴിഞ്ഞാൽ സാധാരണഗതിയിൽ വിറക് അങ്ങോട്ട് മറിയും ചെയ്യും. പക്ഷെ വിറക് മറിയുന്ന ഭാഗത്തേക്ക് വണ്ടി മറിയില്ല. മണ്ണാർക്കാട്ടുകാരായ ഞങ്ങൾക്ക് തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കാൻ വളരെ എളുപ്പമുള്ളൊരു യാത്രാമാർഗ്ഗമാണ് കേട്ടോ അട്ടപ്പാടി. പക്ഷേ പറഞ്ഞിട്ട് എന്ത് കാര്യം, ഈ കിഫ്ബി പദ്ധതിയിലൊക്കെ ഉൾപ്പെടുത്തിയിട്ട് കാശില്ലാത്ത ഒരു സഞ്ചിയാണ് യഥാർത്ഥത്തിൽ കിഫ്ബി. ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏകദേശം 3-4 വർഷങ്ങൾക്ക് മുൻപ് 213 കോടി രൂപയാണ് ഈ ഒരു റോഡിൻ്റെ വികസനത്തിനായിട്ട്, പാത പുതുക്കി പണിയുന്നതിനായിട്ട് ചിലവഴിക്കാനായി ഫണ്ട് തയ്യാറാക്കിയത്. പക്ഷേ ആ ഫണ്ടൊന്നും ഇതുവരെ ഉപയോഗിക്കാനായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. വർഷങ്ങളായി പണി തുടങ്ങിയിട്ട്, പക്ഷേ എങ്ങും എത്തിയിട്ടില്ല. ഇവിടെ ഈ അട്ടപ്പാടി ചുരം റോഡിൻ്റെ, അതായത് ഇവിടെ നിന്ന് നമ്മുടെ നെല്ലിപ്പുഴ ഭാഗത്തു നിന്ന് തുടങ്ങി ചിന്നത്തടാകം വരെയുള്ള ഏകദേശം 50ഓളം കിലോമീറ്ററിലെ അവസ്ഥ, അതൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിൽ പറയാനുള്ള കാര്യം. മണ്ണാർക്കാടിനെ അട്ടപ്പാടിയുമായും തമിഴ്നാടുമായിട്ടും ബന്ധിപ്പിക്കുന്ന ഒരു ആശയമാണ് യഥാർത്ഥത്തിൽ ഈ ഒരു പാത. മണ്ണാർക്കാട് നെല്ലിപ്പുഴയിൽ തുടങ്ങി ആനക്കട്ടി വഴി ചിന്നത്തടാകം വരെ നീളുന്ന ഏകദേശം 45 കിലോമീറ്റർ മുതൽ 50 കിലോമീറ്റർ വരെയുള്ള ദൂരമാണ് ഈ പദ്ധതി. കിഫ്ബി ആണ് എന്നും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്തായാലും അട്ടപ്പാടിയിലെ ഗോത്രവർഗ്ഗക്കാർക്കും നമ്മുടെ തമിഴ്നാട്ടിലേക്ക് പോകുന്ന യാത്രക്കാർക്കും അട്ടപ്പാടിയിൽ കൃഷികളും മറ്റുമായിട്ട് സജീവമായിട്ടുള്ള ആളുകൾക്കൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് നിലവിൽ ഈ റോഡിൻ്റെ അവസ്ഥ. ഈ പ്രധാന പദ്ധതിയെ നമുക്ക് ചുരം ഭാഗമെന്നും അതേപോലെ സമതല ഭാഗം, നമ്മൾ അട്ടപ്പാടിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ അട്ടപ്പാടി സമതല ഭാഗമാണ്, നിരന്ന പ്രദേശം, കുന്നുകൾ കയറിപ്പോകുന്ന ഭാഗത്തെ ചുരം ഭാഗം എന്നും പറയാൻ പറ്റും. എന്തായാലും ഈ 9ാം വളം വരെയുള്ള ഭാഗങ്ങൾ കലുങ്കുകളുടെയും സംരക്ഷണ ഭിത്തികളുടെയൊക്കെ നിർമ്മാണമാണ് ഇപ്പോൾ നടക്കേണ്ടത്. ഇതൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പാറകൾ പൊട്ടിച്ചു മാറ്റി റോഡ് വീതി കൂട്ടുന്ന ജോലികൾ എങ്ങും നമുക്ക് കാണാനും പറ്റില്ല. വനം വകുപ്പിൻ്റെ അനുമതി ലഭിക്കുന്നതിലെ കാലതാമസമാണത്രേ ഇതിനൊക്കെ കാരണമായിട്ട് പറയപ്പെടുന്നത്. എന്തായാലും കഠിനമായ ഭൂപ്രകൃതിയും നിർമ്മാണത്തെ ബാധിക്കുന്നു എന്ന് പറയുന്നു. എന്തായാലും ഇതെല്ലാം അർദ്ധസത്യങ്ങൾ മാത്രമാണ്. ചുവപ്പ് നാട തന്നെയാണ് ഇവിടെ പ്രശ്നമായിട്ടിരിക്കുന്നത്. പിന്നെ പൈസയില്ലാത്ത കിഫ്ബിയും നിലവിൽ വളരെ വലിയ ഒരു ഇഷ്യൂ തന്നെ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇത് ചെറപ്പാടം എന്ന് പറയുന്ന ആ ഒരു ഭാഗം വരെയാണ് ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിലുള്ള ടാറിങ് കഴിഞ്ഞിരിക്കുന്നത്. ഈ ഒരു ഭാഗം വരെ തന്നെ പണി തീർക്കാൻ ഇവർ എത്ര വർഷങ്ങൾ എടുത്തു എന്നുള്ളതാണ്. ഏകദേശം 6 കിലോമീറ്റർ ദൂരം ടാർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 2-3 വർഷം ഇപ്പോൾ എടുത്തു കഴിഞ്ഞു. ആ ഭാഗത്തൊക്കെയുള്ള ആളുകൾ പൊടി തിന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന വളരെ വലിയ ഒരു ഗുരുതരമായ അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. അപ്പം ഈ പൊട്ടിപ്പൊളിഞ്ഞ റോഡെന്ന് പറയുമ്പോൾ അതിലൂടെ ഇപ്പോൾ നമ്മൾ സഞ്ചരിക്കാമെന്ന് വെച്ചാൽ നമ്മുടെ വാഹനങ്ങളുടെയൊക്കെ ഞട്ടും ബോൾട്ടും മുതൽ എൻജിൻ വരെ കംപ്ലൈൻ്റ് ആവും. അതേപോലെ ഫോർക്ക്, ഇപ്പോൾ ബൈക്കുകളുടെയൊക്കെ ആണെങ്കിൽ ഫോർക്ക്, മറ്റു വാഹനങ്ങളുടെ കാറുകൾ, ബസ്സുകളൊക്കെയുള്ള വാഹനങ്ങൾ, വലിയ വാഹനങ്ങൾ, ട്രക്കുകൾ, ഭാരം കയറ്റിക്കൊണ്ട് പോകുന്ന ഈ സംവിധാനങ്ങളുടെയൊക്കെ മെഷീനറികളെല്ലാം കംപ്ലൈൻറ്റ് വരും. അപ്പം എല്ലാം പൊട്ടിമുറിയുന്നൊരവസ്ഥയാണുള്ളത്. ഭീമമായ നഷ്ടമാണ് യഥാർത്ഥത്തിൽ ഈ ഒരു വഴി യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് സംഭവിക്കുന്നത്. വളരെ അശാസ്ത്രീയമായ നിർമ്മാണമാണ് ഈ റോഡിൻ്റേതെന്ന് നമ്മൾ നേരത്തെയും പറഞ്ഞു കഴിഞ്ഞു. ഒരുപാട് അപകടങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. നിലവിലെ ഈ ഒരു റോഡിൻ്റെ ആ ഒരു അശാസ്ത്രീയത തന്നെയാണ് യഥാർത്ഥത്തിൽ ഇതിനൊക്കെ കാരണമായിട്ട് വരുന്നത്. അപ്പം ആളുകൾ യാത്ര ചെയ്യുന്നവർക്കാണെങ്കിൽ നടുവേദന, ആരോഗ്യ പ്രശ്നങ്ങൾ ഒക്കെ പലർക്കും ഇതേപോലെ പലരും പറഞ്ഞു കേൾക്കുന്നു. നമുക്ക് തന്നെ അനുഭവങ്ങളുമുണ്ടല്ലോ. അപ്പം പിന്നെയും നമ്മളെ ഈ ഒരു വഴിയിലുള്ള യാത്രയിലേക്ക് പ്രേരിപ്പിക്കുന്നത് ഈ മനോഹരമായിട്ടുള്ള ഇതിൻ്റെ കാഴ്ചകൾ തന്നെയാണ് കേട്ടോ. 7 മുതൽ 10 മീറ്റർ വരെയൊക്കെ വീതി ഉണ്ടാകുമെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. ഇനി കണ്ടറിയണം. എന്തായാലും വർഷങ്ങൾ 3 കഴിഞ്ഞിട്ടും ഫണ്ട് പാസ്സായിട്ട് കിഫ്ബിയിൽ കാശില്ലാത്തത് കാരണം, ആ ഫണ്ടിൽ കാശില്ലാത്തത് കാരണം ഈ പണി എഴഞ്ഞഴഞ്ഞ് നീങ്ങുന്നു എന്നുള്ളതാണ്. പക്ഷേ സർക്കാരോ ആരും സമ്മതിക്കില്ല. എന്തായാലും ഇവിടെയുള്ള ജനപ്രതിനിധിയുടെ ആ ഒരു അല്പം വീറും വാശിയൊക്കെ ഉള്ളത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വിരട്ടിയും മറ്റുമൊക്കെ ഉദ്യോഗസ്ഥരെ കൊണ്ട് പണിയെടുപ്പിക്കാൻ പുള്ളിക്കാരൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ഷംസുദ്ദീൻ MLA ആണ് ഇവിടെ UDFൻ്റെ ജനപ്രതിനിധിയായിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തെല്ലാം തന്നെ അദ്ദേഹത്തിന് നല്ല സ്വാധീനമുള്ളൊരു മേഖലയുമാണ്. എന്തായാലും
അട്ടപ്പാടിയിലേക്കുള്ള ഈ വിനോദസഞ്ചാര മേഖലയിൽ വളരെ വലിയ കുതിച്ചുചാട്ടം ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു വർക്ക് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇത്. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ പിടിപ്പുകേട് നമുക്ക് എവിടെയും കാണാൻ പറ്റും. ഇനിയിപ്പോൾ മഴക്കാലമായുള്ള സ്ഥിതിയോ, ഓരോ മഴക്കാലത്തും നമ്മൾ ഇതിലൂടെയുള്ള യാത്രകളെന്ന് പറയുന്നത് വളരെ അപകടകരമായിട്ടുള്ള ഒരു എന്താ പറയുക അവസ്ഥയിലൂടെയൊക്കെയാണ് കടന്നു പോകുക. ഈ ഓവുചാലുകളൊന്നും ഇല്ല, വെള്ളം കടന്നു പോകാനോ റോഡിനെ ക്രോസ് ചെയ്ത് മലയിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളത്തിന് കടന്നു പോകാൻ ഒന്നോ രണ്ടോ ഭാഗത്ത് അതുപോലും ഇല്ല ചുരം മേഖലയിൽ എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം റോഡിലൂടെയാണ് ഇതൊക്കെ കടന്നു പോകുന്നത്. നിങ്ങൾ കാണുന്ന ഈ ഒരു അപകടവും കാര്യത്തിലേക്കാണ് വരുന്നത്. കാരണം റോഡൊക്കെ ചരിച്ചുകൊണ്ട് വെള്ളം ഇടിയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. പക്ഷേ അത് അശാസ്ത്രീയമായ രൂപത്തിൽ നിർമ്മിച്ചത് കാരണം വലിയ വാഹനങ്ങളിലൊക്കെ വരുമ്പോൾ അത് എത്രത്തോളം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് നേരിട്ട് കാണാനായിട്ട് പറ്റുന്ന ഒരു അനുഭവം ആരോട് പറയും.